ശംഖു വളരെ ആസ്വദിച്ച് കുടിക്കുന്നുണ്ടല്ലേ. ശംഖുവിന് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറുക്കായിരുന്നു. ഇത് നമുക്ക് ഉച്ചക്കും കൊടുക്കാം, രാത്രിയും കൊടുക്കാം, അതായത് ലഞ്ചായിട്ടും കൊടുക്കാം, ഡിന്നറായിട്ടും കൊടുക്കാം അല്ലേ ശംഖു? നമ്മളിത് ഉച്ചക്കും കുടിക്കോ അല്ലെങ്കിൽ രാത്രി കുടിക്കോ അല്ലേ? എങ്ങനെയുണ്ട് ഈ ഹൃദയം? കൊള്ളാമോ? ഇതാണ് ശംഖുവിൻ്റെ ഹൃദയത്തിൽ തട്ടിയ ഫേവറേറ്റ് കഞ്ഞി. ഇതെന്തൊക്കെയാണെന്ന് മനസ്സിലായില്ലേ? ഇതാണ് പൊടിയരിയും അതുപോലെ ചെറുപയർ പരിപ്പും. നമ്മൾ പായസമൊക്കെ ആക്കില്ലേ, ആ പരിപ്പാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ പൊടിയരി, കഞ്ഞി വെക്കുന്ന പൊടിയരി. അപ്പം അത് രണ്ടും ഇതുപോലെ എടുത്ത് നന്നായി കഴുകിയതിന് ശേഷം തിളപ്പിച്ചാറിയ വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിക്കുന്നത്. കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ വേവിക്കാൻ വെക്കാറ്. ശരിക്കും നമുക്കിത് കുക്കറിലൊക്കെ വേവിക്കാം, പക്ഷേ ഇത്ര കുറച്ച് അരിയും പരിപ്പൊക്കെ ഇട്ട് വേവിക്കുമ്പോൾ അത് വെന്ത് കഴിയുമ്പോൾ കുക്കറിൽ കാണാനേ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുപോലൊരു ബൗളിലിട്ട് വേവിക്കുന്നത്. ഇതിലിപ്പോൾ ഞാൻ വെജിറ്റബിൾസ് ആയിട്ട് ക്യാരറ്റും അതുപോലെ ബീട്രൂട്ടുമാണ് ആഡ് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ ഞാൻ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ മത്തങ്ങയില്ലേ, പംകിനും ആഡ് ചെയ്യാറുണ്ട്. ഈ 4 വെജിറ്റബിൾസ് മാത്രമേ ഞാനിപ്പോൾ മോനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. വേറെ ഒന്നും ഞാനിതുവരെ കൊടുത്തു തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇത് കുറച്ച് വെന്ത് വന്നതിന് ശേഷം ഞാൻ കുറച്ച് കല്ലുപ്പ്, കണ്ടില്ലേ, റോക്ക് സോൾട്ട്, കല്ലുപ്പ് ആഡ് ചെയ്യും. അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ശേഷം നന്നായിട്ട് വെന്തതിന് ശേഷം ലാസ്റ്റ് ഞാനിതിൽ കുറച്ച് ജീരകപ്പൊടി, നമ്മളെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന വലിയ ജീരകമില്ലേ അത് കഴുകി വറുത്ത് പൊടിച്ച് വെച്ചാണ് കേട്ടോ. മോന് വേണ്ടി തന്നെ സെപ്പറേറ്റ് ആക്കി വെച്ചാണ്. അപ്പം ഞാൻ ഇതുപോലെ കഞ്ഞിയൊക്കെ ആക്കുമ്പോൾ കുറച്ച് ജീരകപ്പൊടി ആഡ് ചെയ്യാറുണ്ട്. അങ്ങനെ ജീരകപ്പൊടിയൊക്കെ ആഡ് ചെയ്ത് കണ്ടില്ലേ, പരിപ്പും വെന്തു, റൈസും വെന്തു. അപ്പോൾ അടുത്ത പരിപാടി കണ്ടാലോ? അരച്ചെടുക്കുന്ന പരിപാടി. അതായത് ഇളം ചൂടോട് തന്നെയാണ് കേട്ടോ ഞാൻ ഈ കഞ്ഞി അരക്കാൻ പോകുന്നത്. നന്നായി അരച്ച് പേസ്റ്റ് പോലെ ആക്കിയിട്ടാണ് കേട്ടോ മോന് കൊടുക്കുന്നത്. പിന്നെ ഇല്ലേ, ഈ കഞ്ഞിക്കൊരു പ്രത്യേകതയുണ്ട്. വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വളരെ ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മളിതിൽ വെജീസ് ആഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ പൊടിയരി, അതുപോലെ തന്നെ പരിപ്പ്. ഇതൊക്കെ കുട്ടികൾക്ക് വളരെ നല്ലതാണ് സ്റ്റാർട്ടറായിട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത് നന്നായിട്ട് അരച്ച് അരിക്കും. കണ്ടില്ലേ എന്തിനാണ് അരിക്കുന്നതെന്ന്? ഇതിലിങ്ങനെ അരയാതെ കിടക്കും കുറച്ച് ബീട്രൂട്ടും ക്യാരറ്റൊക്കെ. അതുകൊണ്ടാണ് കേട്ടോ നന്നായി അരക്കുന്നത്. കണ്ടില്ലേ, ശംഖു ഇത് വളരെ ആസ്വദിച്ചിട്ടാണ് കഴിക്കാറ്. സോ കുഞ്ഞുമക്കളുള്ള എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ബൈ ബൈ.